നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ജെൻസികൾ ചരിത്രം തിരുത്തുകയായിരുന്നു. അവർ വഴി തുറന്നത് വിപ്ലവത്തിനാണ്. അതുണ്ടാക്കിയ ഞെട്ടലിലാണ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ. ആദ്യം അവർ ഓൺലൈനിൽ തുടങ്ങിവെച്ചു. പിന്നീട് അവർ സമരവുമായി തെരുവിലിറങ്ങി. അപ്പോഴും നിസ്സാരം എന്ന മട്ടിൽ കേന്ദ്ര സർക്കാരും BJPയും അവഗണിച്ചും പരിഹസിച്ചും തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. ഒടുവിൽ സമരം കടുത്തതോടെ പതിവ് അടവിറക്കി. ദേശദ്രോഹികൾ, ദേശവിരുദ്ധർ, ഇന്ത്യയെ അട്ടിമറിക്കാനുള്ള വിദേശ അജണ്ട, വിദേശ ഫണ്ട് തുടങ്ങി മാരക അധിക്ഷേപങ്ങൾ അഴിച്ചുവിട്ടു. പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് വന്നതോടെ ഭരണകൂടത്തിൻ്റെ സർവ്വ മർദ്ദനോപകരണങ്ങളും ഉപയോഗിച്ച് അടിച്ചമർത്താനായി അടുത്ത നീക്കം. പക്ഷേ അവിടെയാണ് ഏറ്റവും പാളിയത്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നുവെന്ന വിപ്ലവഗാനമായി മാറി പ്രതിഷേധക്കാർ. ഇതിഹാസങ്ങളിലെ രാമബാണം പോലെ അവർ സഹസ്രങ്ങളായി പെരുകി. ലക്ഷ്യവേദിയായ അമ്പുകളായി അവർ മാറി. പിന്തുണയുമായി തൊഴിലാളികളും അധ്യാപകരും കർഷകരും ചെറുകിട കച്ചവടക്കാരും തുടങ്ങി സാധാരണ മനുഷ്യർ കൂട്ടത്തോടെ എത്തി. ചെറുനീർച്ചാലുകൾ അരുവികളായി പുഴയായി മാറിയത് പൊടുന്നനെയാണ്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം സംശയത്തോടെ മടിച്ചു നിന്നു. പിന്നീട് പിന്തുണയുമായി ഇടതു പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും എത്തി. ആദ്യം മടിച്ചു നിന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും പിന്തുണയുമായി എത്തി. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാകെ പിന്തുണച്ചു. പ്രതിപക്ഷ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും അവഗണിച്ചും പരിഹസിച്ചും തള്ളി മാത്രം ശീലിച്ചവർക്ക് ഒടുവിൽ ജെൻസികൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. വിഷയത്തിൻ്റെ ഗൗരവവും അപകടവും തിരിച്ചറിഞ്ഞതോടെ കേന്ദ്ര സർക്കാരിന് ആശയ അടിത്തറ നൽകുന്ന RSSൻ്റെ തലവൻ തന്നെ ജെൻസികൾ രാജ്യദ്രോഹികളല്ല എന്ന് പ്രഖ്യാപിച്ചു. അവർ രാജ്യത്തോട് സ്നേഹവും പ്രതിബദ്ധതയും ഉള്ളവരാണെന്ന് വിശദീകരിച്ചു. ഉള്ളിൽ ആളിനീറി കത്തുന്ന പ്രതിഷേധം പേറി നിന്ന യുവതയെ ഇതുവരെ എന്തുകൊണ്ട് തിരിച്ചറിയാനായില്ല എന്ന ചോദ്യം പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളിലും ഉയർന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മറ്റു മതികളി നിങ്ങളെത്താൻ എന്ന കവിവരികൾ ഓർത്തു തിരുത്തുമോ നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ? അതോ ജെൻസികളെ പാട്ടിലാക്കി വരുതിയിലാക്കാനാവുമോ ശ്രമിക്കുക? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, ഈ ജെൻസി സമരം വിജയിച്ചതോടുകൂടി പ്രധാനമായും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു വലിയ തിരുത്തിന് മുന്നിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ തിരുത്തേണ്ട ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. RSSൻ്റെ തലവൻ തന്നെ പ്രഖ്യാപിക്കുന്നു അവർ രാജ്യദ്രോഹികളല്ല, അവർക്ക് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് ശശി തരൂർ പറയുന്നു. ജെൻസികളുടെ സമരം കണ്ട് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കം പഠിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പാളിയത് എന്ന് പഠിക്കണം എന്ന് പറയുന്നു. കേരളത്തിലെ ഇടതു പാർട്ടികളടക്കം അത്തരം ജെൻസികളുടെ വികാരം എന്താണ്, പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ച് പ്രവർത്തനം മാറണം എന്നത് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശരിക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ട ഘട്ടമായോ? ശ്രീ മുഹമ്മദ്, കേൾക്കാമോ? നമസ്കാരമുണ്ട്. ഇപ്പോ സാറ് പറഞ്ഞതിന്റെ അവസാനത്തതാണ് ഭാഗം. കാരണം വെച്ചാൽ എന്തുകൊണ്ട് എന്നുള്ളത്, എന്തുകൊണ്ട് ഇവര് ഈ സമരം നടത്തിയപ്പോ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇതിനെ അനുകൂലിക്കാതെ ഇരുന്നത്? പിന്നെ അവസാന ദിവസം വെച്ച് അവരെ അനുകൂലിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായി. അവസാനം പിന്നെ എല്ലാരും പാടെ ഒരുമിച്ച് രാഹുൽ ഗാന്ധി വന്നു, എല്ലാരും വന്നു ഒക്കെ ആയി. ഇപ്പൊ RSSന്റെ വലിയ തലവൻ പറഞ്ഞു ഓലാണ് ഈ രാജ്യത്തിന്റെ അത് എന്നും പറഞ്ഞാണ്ട് സാരില്ലായിരുന്നു. പിന്നെ കേസൊക്കെ ഒത്തുതീർപ്പാക്കാന്നുള്ളതും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാറ് പറഞ്ഞും ചെയ്തു. അപ്പൊ ഇതിലൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണത്, തൊഴിലാളി സമരം തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ അതിന്റെ പിന്നില് പങ്കെടുത്തവര് നല്ല മനുഷ്യരും പങ്കെടുക്കാത്തവര് തൊഴിലാളി സമരത്തിനെ എതിർത്തവരുമാണ്. അപ്പൊ അതുകൊണ്ട് അവർ കണ്ണു തുറന്ന് കാണുക. ഈ സമരം വിജയിച്ചതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. അതോടുകൂടി അവരെ സഹായിച്ച ഇടതുപക്ഷ പാർട്ടികളുമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയൊരു തിരുത്തലിന് തയ്യാറാകേണ്ട ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത്?
നമസ്തേ സാർ. നമസ്കാരമുണ്ട്. സാറേ, ഇപ്പം നമുക്ക് അറിയാം, ഈ ഇന്ത്യയിലെ നമ്മുടെ സേനയ്ക്ക് ശേഷം രാജ്യത്തിന്റെ സുരക്ഷ ഇതിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഇതായിട്ട് നിൽക്കുന്നത് ഇപ്പം രാഷ്ട്രീയ സ്വയം സേവാ സംഘ്. അതായത് അതെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഈ RSS എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഈ വർഗീയവാദിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കാൻ നിൽക്കുന്ന ഒരു സേനയാണ്. അതായത് അവിടെ രാഷ്ട്രീയ നമ്മുടെ വിഷയം RSS രാജ്യത്തിനെ സേവിക്കാൻ നിൽക്കുന്ന സേനയാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. RSSന്റെ അല്ല, മോഹൻ ഭഗവത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ജൻസികളെ അവർ രാജ്യദ്രോഹികളല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. റോബർട്ട് വധേര രാജ്യത്തിന് വേണ്ടി കൊള്ള നടത്തുന്നത്. ശ്രീ കണ്ണൻ, നമ്മൾ റോബർട്ട് വാദ്രയുടെ വിഷയമോ അല്ലെങ്കിൽ RSSന്റെ രാഷ്ട്രീയമോ ഒന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ പുതിയ തലമുറ ചെറുപ്പക്കാർ അവർ ഒരു സമരമുറയുമായി വന്നു. ഒരു സമരത്തിന് മുന്നിലും വഴങ്ങാത്ത സർക്കാരിന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. ആ സർക്കാരിന് ആശയ അടിത്തറ നൽകുന്ന RSS തന്നെ അത് അംഗീകരിക്കുന്നു. കോൺഗ്രസും ബാക്കി CPM അടക്കമുള്ള എല്ലാ പാർട്ടികളും അത്ര ഒരു മാറ്റം വേണോ എന്നുള്ളതാണ് ചോദ്യം. മോഹൻ ഭഗവത് പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിലല്ലേ പറഞ്ഞത്? അവരുടെ ഭർത്താവ് എന്താ ചെയ്യുന്നത്? രാജ്യദ്രോഹപരമായിട്ടുള്ള ശ്രീ കണ്ണൻ, നമ്മുടെ വിഷയം അവരുടെ ഭർത്താവ് രാജ്യദ്രോഹം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവരുടെ ഭർത്താവ് രാജ്യദ്രോഹിയൊന്നുമല്ല. അയാൾ ഇന്ത്യയിലെ പൗരനാണ്, താങ്കളെ പോലെ തന്നെ അവകാശമുള്ള പൗരൻ തന്നെയാണ്. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ, അതിപ്പോൾ BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏത് രാഷ്ട്രീയ, തൃണമൂൽ കോൺഗ്രസോ DMKയോ NCP ആരോ ആയിക്കോട്ടെ, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പുതിയ തലമുറയ്ക്കനുസരിച്ച് ജൻസികൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യത്തിനനുസരിച്ച് മാറണോ വേണ്ടയോ എന്നുള്ളതാണ് വിഷയം. താങ്കൾ അതിനെ കുറിച്ച് പറയും. അതിന്റെ മറുപടിയാണെന്നുള്ളതിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ യുവാക്കളുടെ ആവശ്യം ന്യായമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഇവിടെ ആരും തള്ളിപ്പറയുകയോ തള്ളിപ്പറഞ്ഞില്ലല്ലോ. ആ ന്യായമാണെന്ന് പറഞ്ഞ കാര്യത്തിന് നമ്മൾ തള്ളിപ്പറഞ്ഞില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി എന്തോ പറഞ്ഞ പ്രിയങ്ക ഗാന്ധി അഭിപ്രായം പറയില്ലേ? കോൺഗ്രസിന്റെ നേതാവ് RSSന്റെ നേതാവ് പറയുന്നതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കുന്ന കാര്യമാണോ? അത് നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞ? അദ്ദേഹം എന്ത് പറഞ്ഞാലും അത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് എതിര് പറയില്ലേ? ഈ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഏത് പാർട്ടിക്കാരനാണ്? സോണിയാഗാന്ധി പറഞ്ഞത് മഹാവിഡിത്തമായിട്ടാണ് തോന്നുന്നത്. താങ്കൾക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, അതിപ്പം താങ്കളുടെ തീരുമാനം. ഞാനതല്ലേ. താങ്കൾ ഏത് പാർട്ടിക്കാരനാണ്? ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിയിലില്ല. നന്മ ചെയ്യുന്ന ഏത് പാർട്ടി രാജ്യത്തിന് വേണ്ടി? ഏത് പാർട്ടിയാണ് താങ്കൾ ഈ രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ പറയുന്നത് ഇപ്പോൾ ഏറ്റവും സംശുദ്ധമായിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവാ സംഘമാണ്. രാഷ്ട്രീയ സ്വയം സേവാ സംഘം പാർട്ടിയൊന്നും അല്ലല്ലോ. അവര് തെരഞ്ഞെടുപ്പ് അതിവിടെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി, ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ പാർട്ടിയിൽ താങ്കൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലത്? താങ്കൾക്ക് ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയാണ്. താങ്കൾക്ക് ഒരു ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയാൻ ഇത്ര നാണക്കേടെന്തിനാ? ഇല്ലില്ല, എനിക്ക് അത്രത്തോളം പുറത്തു പറയാൻ കൊള്ളാത്ത പാർട്ടിയാണോ? ഇന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പ്രതിനിധാനം ചെയ്ത ഇന്ന് ഒരു MLA ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പൊ ജീസുകാരൻ. അപ്പൊ അയാൾ ഇപ്പൊ വേറെ പാർട്ടി, അതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ ഇപ്പൊ അനുകൂലിക്കുന്നില്ല. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ഇനിയിപ്പോൾ താങ്കളോട് ചോദിച്ചാലും താങ്കൾ അതിൽ പറയില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഇനി അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ചോദിച്ച് സമയം കളയുന്നില്ല. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ത്യയിൽ ഒരിക്കലും മാറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിന്നിരുന്ന ഭരണകൂടത്തെ വിറപ്പിച്ച് വരുതിയിൽ കൊണ്ടുവന്ന ജൻസികൾ, ആ ജൻസികളുടെ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ മാറണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണോ നീങ്ങുന്നത്? കിരൺ സർ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഇന്ത്യയിലെ യുവാക്കളെയും ജൻസിയെയും ഭയപ്പെടില്ല, അവരെ എതിർപ്പാണ് എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞോ? ഇന്ത്യയിലെ ജൻസികൾക്ക് ഇവിടെ സമരം ചെയ്യാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അതിനൊന്നും ഒരു ഗവൺമെന്റിനും തടുക്കാൻ പറ്റത്തില്ല. പിന്നെ കിടുക്കി വിറപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൽ വളരെയേറെ സങ്കടമുണ്ട് സർ. കാരണം രാജ്യത്തെ യുവാക്കളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന് വേണ്ട എല്ലാ നടപടികളും എടുത്തു. വിദ്യാഭ്യാസ മന്ത്രി മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു. അതൊരു തെറ്റു സംഭവിച്ചു, വീഴ്ച വന്നു, വിദ്യാഭ്യാസ മന്ത്രിയും രാജിവെച്ചു. പിന്നെ നിങ്ങൾക്ക് ആവശ്യം എന്താ വെച്ചാൽ കിടുക്കി, മലവെള്ളം, ഭൂകമ്പം ഇതൊക്കെ പറഞ്ഞ് ഇന്ത്യൻ യുവത്വത്തിനെതിരൊന്നുമല്ല ഇന്ത്യ ഗവൺമെന്റ്. എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാലിട്ട് നടക്കുകയില്ല. ഇന്ത്യയിലെ യുവാക്കൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തെരുവിലിറങ്ങും, പോരാടും. പക്ഷെ ഇത് ബംഗാളും നേപ്പാളും ശ്രീലങ്കയൊന്നും അല്ല സാർ. ഏത് ഇടതുപക്ഷ പാർട്ടിയല്ല ആര് അവരുടെ സപ്പോർട്ട് ചെയ്താലും അതിൽ നുഴഞ്ഞു കാരുന്ന ഭീകരവാദികളെയും തീവ്രവാദികളെയും നിലക്ക് നിർത്തും.
അത് യാതൊരു സംശയവും അതിനൊന്നും പിറകോട്ടൊന്നും പോയില്ല. രാജ്യത്ത് ഭരണം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അപ്പാടങ്ങ് മാറിപ്പോകുന്ന ഒരു ധാരണ ആർക്കും വേണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെയും തീവ്രവാദികളെയും ഈ ജൻസിയുടെ പേരിൽ കലാപത്തിന് തെരുവിലിറങ്ങിയാൽ ശക്തമായി നേരിടും. അത് കണ്ടിട്ട് ഇവിടുത്തെ ശ്രീ ബാലകൃഷ്ണൻ, ഈ എന്തായാലും ബാലകൃഷ്ണൻ തന്നെ നേരത്തെ ഈ ചർച്ചയിലെ അഭിപ്രായത്തിൽ പറഞ്ഞാണ് ഈ ജൻസികളൊന്നും അല്ല അവിടെ ഇറങ്ങുന്നത്, തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ഇറങ്ങുന്നതെന്ന് താങ്കളടക്കം പറഞ്ഞാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവിടെ ഇറങ്ങിയത് ജൻസികൾ രാജ്യദ്രോഹികളല്ല, അവർക്ക് മുൻ തലമുറയേക്കാൾ കൂടുതൽ രാജ്യത്തോട് പ്രതിബദ്ധതയും സ്നേഹവും ഉള്ളവരാണെന്ന് പറഞ്ഞത് RSSന്റെ തലവൻ മോഹൻ ഭാഗവതാണ്. എന്തായാലും BJPയെ സംബന്ധിച്ച്, ഒരു BJP പ്രവർത്തനം സംബന്ധിച്ച് മോഹൻ ഭാഗവത് പറയുന്നതിനേക്കാൾ വലുതായി വേറെ ആരെങ്കിലും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി താങ്കൾ ആ അഭിപ്രായം തിരുത്തിയതിന് ശേഷം പിന്നീട് സംസാരിക്കുക. തിരുത്തുന്നതെന്നല്ല സാർ, മോഹൻ ഭാഗവത് എവിടെയും പറഞ്ഞിട്ടില്ല ഇതിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടില്ല എന്ന്. ഈ മോഹൻ ഭാഗവത് പറഞ്ഞത് ഇന്ത്യൻ ജൻസിയുടെ പക്ഷത്ത് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം കൃത്യമായി തന്നെ പറഞ്ഞു, ജൻസികളുടെ പേരിൽ സമരം നടത്തിയത് തീവ്രവാദികളൊന്നുമല്ല, അവർക്ക് മുൻ തലമുറയേക്കാൾ കൂടുതൽ രാജ്യത്തോട് സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ട് എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെയാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനേക്കാൾ മുകളിൽ ഒരാൾ പറയാൻ തൽക്കാലം എന്തായാലും താങ്കൾ പിന്തുടർന്ന ആശയധാരയിലുള്ള ഒരാളില്ല അവിടെ. അതുകൊണ്ട് അത് ഇനി ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതോടുകൂടി അതൊരു അന്തിമ തീർപ്പായി. താങ്കൾ പറഞ്ഞ വാക്കുകളങ്ങ് താങ്കൾ പിൻവലിച്ചിട്ട് ഇത് കൊണ്ട് മാറ്റം BJP അടക്കമുള്ള താങ്കൾക്ക് വിശ്വസിക്കുന്ന പാർട്ടി അടക്കം മാറ്റം വരുത്തണോ വേണ്ടയോ അത് പറയും. BJP മാറ്റം വരുത്തേണ്ടോ എന്ന് വെച്ചാൽ BJPക്ക് ഇതിലൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുന്നു. പിന്നെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും എല്ലാവരും ഒന്നിക്കട്ടെ എന്ന്. ഇവരെത്ര കാലമായി ഒന്നിക്കുന്നു? ഇനിയിപ്പോ 29 വരെ ഒന്നിക്കും, 29 കഴിഞ്ഞാൽ 34ലേക്ക് ഒന്നിക്കും. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുകൊണ്ടൊന്നും ആരും പരിപിടിക്കണ്ട. ഇന്നലെ ഇപ്പം ബംഗാളില് ഒരു സംഭവം നടന്നപ്പോ അതിനൊരു പുതിയ നറേറ്റീവ് കൊടുത്തിരിക്കുക. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ കേട്ടു ഞാൻ. എന്താ പറഞ്ഞതെന്നറിയാം? അപ്പാട് ഭയന്ന് വിറച്ചിരിക്കുകയാണ് NDA സർക്കാർ, ജനങ്ങളിൽ നിന്നും മാറി. ഇവിടെ എന്താ സാർ, ഇവിടെ ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം ചൊറിച്ചില്ലേ? ശ്രീ ബാലകൃഷ്ണൻ, ഈ ചൊറിച്ചില് ബാലകൃഷ്ണനാണ് ഇപ്പൊ ഉള്ളത്. കാരണം നമ്മുടെ വിഷയം ബാലകൃഷ്ണൻ, നമ്മുടെ വിഷയം എന്താ? ഞാനിവിടെ വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞു. നമ്മുടെ വിഷയം ജൻസികൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് ജൻസികളുടെ സ്റ്റൈലിലേക്ക് ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികൾ, അതിന് BJPയോ കോൺഗ്രസോ CPMോ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയും മാറണോ, അങ്ങനെ മാറാനുള്ള ചർച്ചകൾ ഈ താങ്കൾക്ക് വേണ്ടെന്ന് പറയാം. താങ്കൾക്ക് വേണ്ടെന്ന് പറയാം. BJP ജൻസിയുടെ പക്ഷത്ത് തന്നെയാ. അതിൽ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളും ഭീകരവാദികളെ നിലക്ക് നിർത്തൂ. അതിനെന്താ ഭയപ്പാട്? അവിടെ ഒരു തീവ്രവാദി ഭീകരവാദി നുഴഞ്ഞു കയറിയിട്ടില്ല ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ചെറുപ്പക്കാർ സമരത്തിന് ഇറങ്ങുമ്പോൾ അവരെ തീവ്രവാദി ഭീകരവാദി എന്നൊന്നും വിളിക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, പറയേണ്ടവർ പറഞ്ഞു. ബാലകൃഷ്ണൻ മനസ്സിലാവാത്തത് എന്റെ കുറ്റമല്ല, എനിക്ക് മനസ്സിലാകത്തല്ല. ഇന്ത്യൻ ജൻസിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല. അത് NDA ആര് ഭരിച്ചാലും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ജൻസിക്കൊപ്പം തന്നെയാണ്. പക്ഷെ അതിൽ ജിഹാദ് ഉണ്ടാക്കാൻ വരുന്നവരെ വിടൂല. അതാണ് ഈ ആരാണ് ശ്രീ ബാലകൃഷ്ണൻ ജിഹാദ് ഉണ്ടാക്കാൻ വന്നത്? അത് കാത്തിരുന്ന് കാണാൻ. എന്ത് കാത്തിരുന്ന് കാണാൻ? ചെറുപ്പക്കാർ പിള്ളേർ സമരം ചെയ്യുമ്പോൾ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ പറഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിച്ചു പിള്ളേരെ. അവരൊന്നും പേടിക്കില്ല ബാലകൃഷ്ണൻ. താങ്കളുടെ തലമുറയുടെ ഒക്കെ ഈ ചിന്തയൊക്കെ കഴിഞ്ഞു. ആ പിള്ളേരൊക്കെ എടുത്ത് ദൂരെ കളയും. പിള്ളേർക്ക് ചെയ്യേണ്ട കാര്യം പിള്ളേർക്ക് ചെയ്തിട്ടുണ്ട് സാർ. പിള്ളേർക്ക് ചെയ്തിട്ടുണ്ട്, പിള്ളേർക്ക് അറിയാം. മതി. ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആരാണോ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം. ഇതിനൊന്നും ഭയപ്പെട്ടിട്ട് ഭൂമി ഇന്ത്യയിലെ ചെറുപ്പക്കാരാണ്, ഇന്ത്യയിലെ കർഷകരാണ്, ഇന്ത്യയിലെ തൊഴിലാളികളാണ്, ഇന്ത്യയിലെ സാധാരണക്കാരാണ്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സമരത്തിനെ അംഗീകരിച്ചത്. സാർ ഒരു കാര്യം മനസ്സിലാക്കാൻ, 100 കൊല്ലം പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന് അധികാരമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ അധികാരം ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമല്ല. രാജ്യത്തിന് താല്പര്യത്തിനെതിരായി ആര് പ്രവർത്തിച്ചാലും കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരുത്തി അതിന് വേണ്ട നിയമ നിർമ്മാണം ചെയ്തു. ഇതിന്റെ പേരിൽ പ്രക്ഷോഭം ഉണ്ടാക്കി ഭൂമികൾക്ക് ഉണ്ടാക്കിത്തരാന്ന് ചില ജിഹാദികൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പില്ല. അത് തന്നെയാണ് അവസാന വാക്ക്. ശരി, ശ്രീ ബാലകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ജിഹാദ് കേൾക്കുമ്പോൾ ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ചൊറിച്ചിലുണ്ടാവുന്ന എന്റെ കുറ്റമല്ല. ഇനി ഇന്ത്യ എല്ലാവരുടെയും രാജ്യമാണ് ശ്രീ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ പ്രത്യേകിച്ച് അധികാരം കൂടുതലൊന്നും. എല്ലാ ദിവസവും കച്ചവടപ്പാടുണ്ടാക്കാനാ? ശരി, ഓക്കെ. കച്ചട ഉണ്ടാക്കണമെങ്കിൽ കച്ചട ഉണ്ടാക്കി തന്നെയാണ് രാജ്യത്തിന്റെ ജനാധിപത്യം പുലരുന്നത്. മിണ്ടാതിരിക്കുന്ന എന്നിട്ടല്ല.
മിണ്ടി ബഹളം വെച്ചും സമരം ചെയ്തും ഒക്കെ തന്നെയാണ് എല്ലാ രാജ്യത്തും ജനാധിപത്യം തന്നെയാണ് സമരം ന്യായമായതുകൊണ്ട് അംഗീകരിച്ചു, അതിന് വേണ്ടതൊക്കെ ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഞാൻ താങ്കളോട് ഇപ്പൊ പറഞ്ഞപ്പോ താങ്കളെ എതിർത്തല്ലോ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അത് ഒരു വിഭാഗത്തിനല്ലാതെ ഉണ്ടായത് ആണോ രാജ്യത്ത്? ബംഗാളിൽ ഉണ്ടായത് അല്ല. ബംഗാളിലെ ഒരു വിഭാഗം ഒന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ്. ഈ വിഷയത്തിൽ പറയണമെന്ന് പറയാം. അത്തരത്തിലുള്ള ഭീകരവാദികൾ തീവ്രവാദികൾ ഉണ്ട്. ആരുമില്ല. ഈ രാജ്യത്ത് തീവ്രവാദികൾ എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും എല്ലാം തീവ്രവാദികളുണ്ട്. അതിന് യാതൊരു സംശയമില്ല. ഇന്ന മതത്തിൽ ആരായാലും, ആ തീവ്രവാദത്തിൽ പ്രവർത്തിക്കുന്ന ആരായാലും അവരെ കൾച്ചറിൽ അടച്ചിരിക്കും. ഓക്കെ, അത് മുൻകാലങ്ങളിൽ കണ്ടുവരുത്തമല്ലേ. ശരി, ഓക്കെ, ശരി ബാലകൃഷ്ണൻ, നടക്കട്ടെ. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടികൾ അവർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ നിൽക്കുന്നവർ ഒരു വലിയ ഒരു ഉടച്ചുവാർക്കലിന് തയ്യാറാകുമോ ഈ പാർട്ടികൾ? ന്യായമായ ആവശ്യത്തിന് സപ്പോർട്ടീവായിട്ട് നിന്നതാ. അതില് മഞ്ഞക്കണ്ണട വെച്ചിട്ട് മഞ്ഞയായിട്ട് തോന്നുന്ന ചില ആള് രാഷ്ട്രീയം വെച്ചിട്ട് ഇങ്ങനെ ഫൈറ്റ് എന്തിന്റെ എനർജി പോകണം. സാറ് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ആർക്കും തിരിയുന്നില്ല. നാളത്തെ പൗരന്മാരാണ് കുട്ടികൾ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20 ആള് സൂയിസൈഡ് ചെയ്തിട്ടില്ല. എത്തി അത് കുട്ടി മാനസികമായി തകർന്നിട്ടില്ല. ആ വിദ്യാഭ്യാസ മേഖലയുടെ തകരാറല്ലേ, അത് ക്ലിയർ ആക്കല്ലേ. പണ്ട് ഇവർ വിചാരിച്ച് എല്ലാം നമ്മളാണ് യൂണിറ്റി സെൻസ് എന്ന് പറഞ്ഞ പോലെ കുട്ടികളോടെ മലയോടെ കല്ലെറിയിൽ നിന്ന് കുട്ടികൾ. അതുമല്ല, ബഹുമാനപ്പെട്ട കോടതിയിൽ ജഡ്ജിന്റെ ഒരു അങ്ങനെ ഒരു തെറ്റ്, ഓണറബിൾ ജഡ്ജിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. അതാണ് കുട്ടികൾ ആ തുടക്കം അതായത് ദൈവത്തിന്റെ കോടതിയെ, പിന്നെ ജനകീയ കോടതിയെ, പിന്നെ സാധാരണ കോടതി. അതായത് കോടതിയിലെ ജഡ്ജിമാറിന് നിഷ്പക്ഷത പാലിക്കണോ. ഈ ഭരണം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഈ ജഡ്ജിന്റെ പദവി കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയാൽ രാജ്യസഭയിൽ സീറ്റ് കൊടുക്കുക, അതൊന്നും പാടില്ല. അത് ജനങ്ങൾ അന്നേരം അവരെ പ്രീവിയസ് വിധി കണക്കിലെടുക്കുമോ. ഇത് ഏതെല്ലോ തരത്തിലുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും. അത് ഹോണസ്റ്റി ആയിരിക്കണം. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ബേസ്. സാറ് പറഞ്ഞിട്ട് തിരിയുന്നില്ല. സാറ് നല്ല ഇന്റലിജന്റും നോളേജിലും നല്ല വെരി ഗുഡ് ആയിട്ട് സൂപ്പർ ഫൈൻ ആയിട്ട് പറയാം. ലോകം മുഴുവൻ ആളെല്ലാം സാറിന്റെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് ജാതിയും മതവും രാഷ്ട്രീയമല്ല ഇതിൽ പ്രധാനം. എത്രയാക്കും ചെറിയാക്കും മഞ്ഞക്കണ്ണട വെച്ച മഞ്ഞക്കായിട്ട് തോന്നുന്നു. രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ട് വെറുതെ ഫൈറ്റ് ചെയ്തിട്ട് എനർജി പോവുക. അവർക്ക് ഗുണമുണ്ടാവും. അവർക്ക് സാമ്പത്തികമായി ജനങ്ങളെ നികുതി പണത്തിന്റെ പൈസയെല്ലാം ഇതായിട്ട്. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാരൻ. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിരുന്നത്. ശ്രീ കെ ജി കുമാർ, യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന അവരുടേതായ രീതികളിലൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അവർ ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന പോലെയൊന്നും അല്ല പുതിയ തലമുറ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത്. പുതിയ തലമുറ അത് കാണിച്ചു കൊടുത്തു. ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും കഴിയാത്തത് അവർ എങ്ങനെ സാധ്യമാക്കാമെന്ന് അവർ കാണിച്ചു കൊടുത്തു. അത്തരമൊരു മാറ്റം, അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, അത്തരമൊരു മാറ്റത്തിലേക്ക് ഈ പാർട്ടികളൊക്കെ മാറേണ്ട ഒരു ഘട്ടം എത്തിയില്ലേ? ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് പറയാം. കെ ജി കുമാറിന്റെ ടെലിഫോൺ തടസ്സപ്പെടുന്നു. ശ്രീ വിജയനാണ് കോഴിക്കോട്. ശ്രീ വിജയൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള ഇത് RSS തലവൻ പറഞ്ഞതിന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാത്ത. ഹലോ, എന്നാൽ താങ്കൾ മനസ്സിലാക്കിയതുപോലെ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ മാതിരി അല്ല RSSന്റെ തലവൻ പറഞ്ഞ. യുവാക്കള് നല്ല ആളുകളാണ്, നല്ല അവിടെ സമരം ചെയ്ത് ഉണ്ടാക്കിയാലും അല്ല അയാൾ ഉദ്ദേശിച്ചത്. അയാൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ഇതാണ്, യുവാക്കൾ മുഴുവനും ആകാത്ത ആളാണെന്ന്. ഞങ്ങൾ ഒരാളുമല്ല, RSSൽ ഏറ്റവും കൂടുതലുള്ള യുവാക്കളാണ്. RSS എന്ന് പറഞ്ഞാൽ തന്നെ യുവാക്കളെ സംഘടനയാ. പിന്നെ എങ്ങനെ അയാൾ യുവാക്കളെ എതിര് പറയുക? പിന്നെ നിങ്ങൾ ആ കണ്ണുകൂടി അത് സമരക്കാരോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേരെയാക്കുകയാണ്. അയാൾ ഒരിക്കലും അങ്ങനെ പറയില്ല. എന്താ വെച്ചാൽ RSSൽ ഏറ്റവും കൂടുതലുള്ള യുവാക്കളാണ്. അത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ ആദ്യം. അല്ലാതെ അവിടെ സമരം ചെയ്ത കുറെ തീവ്രവാദികളും കുറെ ഇടതുപക്ഷ ഓലക്ക് അവിടെ സമരം ചെയ്തതിൽ ഒരു 70% തീവ്രവാദ സ്വഭാവമുള്ളവരാ. ഒരു 30% നിരപരാധികളായിട്ടുള്ളതിൽ അതിൻ്റെ അകത്ത് ആകർഷകരായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫുൾ ആളുകളും അവിടെ നല്ല ക്ലിയർ ആകുന്നില്ല. ശ്രീ വിജയൻ, ഞാൻ കാര്യം ചോദിക്കട്ടെ, അവിടെ സമരം ചെയ്തതിൽ 70% തീവ്രവാദികളാണെന്ന് താങ്കളുടെ എന്ത് തെളിവുള്ളത്? അവരുടെ കളി കണ്ടാലറിയില്ല. എന്ത് കണ്ടാൽ ആളെ മൂത്ത് തീവ്രവാദി സംശയം മൂത്ത് എഴുതി വെച്ചിട്ടുണ്ടോ തീവ്രവാദിയാണ്? ഒരു രാജ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രക്ഷോഭമാണ് അവിടെ നടത്തുന്നത്. പിന്നെ ഈ രാജ്യത്തിനനുസരിച്ചുള്ള പ്രക്ഷോഭമല്ലേ നടന്നത്? ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഒരു സംശയം, താങ്കൾ എങ്ങനെ തീരുമാനിച്ചു അവിടെ സമരം ചെയ്ത ഇന്ത്യയിലെ ചെറുപ്പക്കാർ അവരുടേതാണ് ഈ രാജ്യം,
അവരാണ് നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടത്. എല്ലാരും ഈ ഒരു അവർ നയിക്കേണ്ട രാജ്യത്തെ, അവരുടെ സ്വന്തം രാജ്യത്തെ അവർ തീവ്രവാദികളെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുക? ഓരോ സ്വഭാവം കണ്ടാൽ അറിയില്ല. എന്ത് സ്വഭാവം? സാധാരണ സ്വഭാവമാണ്, അക്രമാസക്തമായ യുവാക്കൾ സമരം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഇടയിൽ അക്രമമൊക്കെ ഉണ്ടായിരിക്കും. അത് പോലീസുകാരെ തല കച്ചു പൊട്ടിക്കുക. പോലീസുകാർ കുട്ടികളോട് ചെയ്തത് അത്രയൊന്നും അല്ലല്ലോ, വലിയ നല്ല രീതിയിലാണല്ലോ ചെയ്തത്. ഒരു പക്വതയോട് കൂടിയുള്ള സമരമല്ലേ വേണ്ടത്, അല്ലാതെ പോലീസുകാരെ അത് അവർ തീരുമാനിച്ചോളും എങ്ങനെയാണ് പക്വതയോട് കൂടി സമരം ചെയ്യേണ്ടത്. അവർ പക്വതയോട് കൂടി തന്നെയാണ് സമരം ചെയ്തത്, അതുകൊണ്ടാണ് അവർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നത്. തിരിച്ച് ക്രമസമാധാനം പാലിക്കുന്നവർക്ക് വേറൊരു പിന്നീട് അവസാനം മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കാരനത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ധർമ്മേന്ദ്ര പ്രധാൻ പോയ വേറൊരു ധർമ്മേന്ദ്ര പ്രധാൻ വരാനുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ധർമ്മേന്ദ്ര പ്രധാൻ. ശരി, എന്നാലും താങ്കള് ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുന്നത് എന്നാണ്, ചെറുപ്പക്കാർ അവരാണ് ഈ രാജ്യത്തിന്റെ ഭാവി. അവരെ നോക്കി തീവ്രവാദി എന്നൊന്നും വിളിച്ച് അവരെ വരട്ടാമെന്ന് താങ്കൾ വിചാരിക്കരുത്. ഇതിലും വലിയ ആളുകളൊക്കെ തീവ്രവാദി എന്ന് വിളിച്ച് വരട്ടാൻ നോക്കിയിട്ട് അവരൊന്നും വരണ്ടില്ല. മണ്ഡൽ കമ്മീഷൻ വിദ്യാർത്ഥികൾ നടത്തിയ സമരം മണ്ണെണ്ണ ചോദിച്ചു എത്ര വിദ്യാർത്ഥികൾ മരിച്ചു. അന്ന് മണ്ഡൽ കമ്മീഷനെതിരെ സമരം നയിച്ച ആരായിരുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഏത് രാഷ്ട്രീയ ധാരയിൽപ്പെട്ടവരായിരുന്നു മണ്ഡൽ കമ്മീഷനെതിരെ സമരം നയിച്ചതെന്നൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടി ആയില്ലേ? അപ്പൊ രാഷ്ട്രീയ പാർട്ടി ഇത് നിഷ്പക്ഷ വിദ്യാർത്ഥികളും അത് രാഷ്ട്രീയ പാർട്ടിന്റെ വിദ്യാർത്ഥികളും. അതാണ് നിങ്ങളാണ് കണ്ണട മാറ്റേണ്ടത്. ശരി, ഓക്കെ. എന്തായാലും മണ്ഡൽ കമ്മീഷനെതിരെ സമരം നടത്തിയ എൻ്റെ രാഷ്ട്രീയധാര ആരായിരുന്നു എന്നൊക്കെ ഇന്ത്യയിൽ ചരിത്രത്തിൽ വ്യക്തമായ തെളിവുകൾ ഉള്ളതാണ്. അതിനകത്ത് ഇനി താങ്കൾ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് അത് പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിക്കാമെന്ന് കരുതണ്ട. എന്തായാലും ശരി, ഓക്കെ, താങ്കളുടെ ആഗ്രഹം അങ്ങനെ. പക്ഷേ തീവ്രവാദികളെന്ന് ഇന്ത്യയിലെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ വിളിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ആരും തീവ്രവാദികൾ സമരം ചെയ്തതായി. ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പഞ്ചാബിൽ 9 പേര് ആം ആദ്മി പാർട്ടി പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. അതാരാന്ന് പറയാമോ? മുല്ലപ്പൂക്കറ്റത്തിന് പോയ ആളല്ല. താങ്കൾക്കൊന്ന് പറയാമോ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. പഞ്ചാബില് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നിടത്ത് പോലീസ് പിടിച്ച 9 എണ്ണത്തിന് അകത്തിട്ടുണ്ട്. അത് എന്നത്തിന് പോയതാ? എനിക്കറിയില്ല. തനിക്കറിയത്തില്ല. തനിക്ക് അമ്പാനിയുടെ കാലിനും ഇതൊന്നും അറിയത്തില്ല. അമ്പാനിയുടെ കാലും തനിക്കൊന്നും അറിയത്തില്ല. ചുമ്മാ താനൊക്കെ പറയുന്നത് മാത്രം ഇവിടെ നല്ലത് വലിയ കാര്യങ്ങളാണ്. ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് പൊട്ടന്മാര് കടിയുണ്ട്. താൻ തുമ്പ പറയുന്നത് കേട്ടോ ഒരു പാർട്ടിയോട് കടിക്ക് അങ്ങനെ നിങ്ങൾക്ക് കടി കയറുന്നു. ഇത് ഒരു ചാനലിന്റെ അവതാരം പറയാൻ പറഞ്ഞ ഭാഷയാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ചിലത് കാണുമ്പോൾ ചൊറിച്ചിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൊറിച്ചിൽ വരുന്നത് താങ്കൾക്കാണ് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതാണ്. അതിന് സംശയം. ചാനലിന്റെ അവതാരം ഇതുപോലെ ചൊറിച്ചിൽ എന്നുള്ള വാക്ക് എന്തോ വല്ല തെറിവാക്കുമല്ലോ. ബിജെപി വിരോധം വായിക്കും. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ന്യായമായ കാര്യമാണ്. ആ അമ്പാനിയെ തന്റെ വീട്ടിൽ റെയ്ഡ് 3-4 പ്രാവശ്യം റെയ്ഡ് നടത്തിക്കുന്നല്ലേ ഈ തിരുമാതം കിടന്ന് കഴിക്കുന്ന കാര്യം. ഇനിയും നടത്തും. ഇനി അതിനകത്ത് ഒരു മന്ത്രി രാജി വെച്ചെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല താങ്കൾ പറഞ്ഞെന്താണത്. എന്താണ് തെളിച്ച് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയാം. അംബാനിയുടെ വീട്ടിൽ 3-4 പ്രാവശ്യം റെയ്ഡ് നടത്തി അതിന് ഫൈൻ അടിച്ചാലാണ് ഇത്ര കഴപ്പ് കൊള്ളുക. ഇതൊന്നും ഇനി നടക്കുക. ഇനിയും ഉണ്ടാവും. ശരി, എന്തായാലും ഇന്ത്യയിൽ മുകേഷ് അംബാനിക്ക് അങ്ങനെയുള്ള ഈ ആഗ്രഹമൊന്നും ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവിൽ എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും താങ്കൾക്ക് എനിക്ക് അതിലൊന്നും അഭിപ്രായം പറയാനുമില്ല. ബാലിശമായ ഇത്തരം വാദങ്ങളോട് എനിക്ക് പ്രതികരിക്കാനും ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മാന്യമായിട്ട് ചർച്ച നടത്തും. ഇവിടെ എല്ലാ അവതാരന്മാരും എല്ലാ ചാനലും ഉണ്ട്. ഡീസെന്റായിട്ട് ചർച്ച നടത്താം. ആർക്കും സ്പെഷ്യലായിട്ടുണ്ട്. കോൺഗ്രസ്സുകാരാണെന്ന് പറയും ഇങ്ങനെ കയറി തലയിൽ ഞാൻ ഞങ്ങൾ പറഞ്ഞ ഒരു മന്ത്രി രാജിവെച്ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കായില്ല കേട്ടോ. അടുത്ത ഇലക്ഷന് കാണാം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ എന്തായാലും കൊള്ളാം. സാധാരണ രീതിയിലൊക്കെ ആളുകൾ തിരിച്ചായിരുന്നു ഇതുവരെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരി, ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ ജൻസി സമരം വിജയിച്ചതോടുകൂടി ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാവരും ഇന്നിപ്പോൾ താങ്കളുടെ പാർട്ടിയെ വെച്ച് കഴിഞ്ഞാൽ ശശി തരൂർ തന്നെ ഇന്ന് പറഞ്ഞു കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാര പാർട്ടികൾ തിരുത്തേണ്ട സമയമായി. രാജ്യത്തെ ചെറുപ്പക്കാരുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പാർട്ടികൾ മാറണം, അല്ലെങ്കിൽ ഈ പാർട്ടികളൊക്കെ അപ്രസക്തമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വാലിഡായ പോയിന്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാർട്ടികൾ അങ്ങനെ മുഖ്യധാര പാർട്ടികളൊക്കെ ഒരു മാറേണ്ട ഘട്ടം ആയോ? നമസ്കാരം. നമസ്കാരം. ശശി തരൂർ പറഞ്ഞ കാര്യം വ്യക്തമല്ലേ? അദ്ദേഹമൊക്കെ പറയുന്ന കാര്യം എന്താ? ഇദ്ദേഹത്തെ ഒരു കോൺഗ്രസ് പാർട്ടിയിലായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അത്രയും തുറന്നു പറയാനുള്ള അവസരമുള്ളൂ. മറ്റേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടക്കുമോ? ശശി തരൂർ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ആ പാർട്ടി ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനും അതേപ്പറ്റി ചർച്ച ചെയ്യാനും ഇവിടുത്തെ ജൻസികളോടൊപ്പം നിൽക്കാനും കുട്ടികളോടൊപ്പം നിൽക്കാനും രാജ്യത്തിനൊപ്പം നിൽക്കാനും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അത് ഏറ്റവും വലിയ പിന്നെ നമുക്ക് സമൂഹത്തിൽ ചർച്ചയാവും, രാജ്യത്ത് ചർച്ചയാവും. പിന്നെ ജൻസികളുടെ സമരം അത് വിജയമല്ലെന്നൊക്കെയാ. പിന്നെ അതിനകത്ത് മൊത്തം 70% തീവ്രവാദികളാണ് പറഞ്ഞാൽ അവരെ ചെയ്യുക.
ഇപ്പം തന്നെ നമ്മുടെ പാർലമെന്റ് നടക്കുന്ന സംഭവം കണ്ടോ? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വന്ന് പാർലമെന്റ് വന്ന് വിളിച്ചിരിക്കുക. ഇങ്ങോട്ട് അതിനൊരു മറുപടി പറയാൻ പോലും കപ്പാസിറ്റി ഇല്ലാതാണ് ഈ രാജ്യത്ത് കുട്ടികളെയൊക്കെ ഇങ്ങനെ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞ ആശ്രയിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് നല്ലതാണ് ഇത്. ഇവര് വലിയ പുള്ളികളാണ്. 12 വർഷം ഭരിക്കാൻ കയറിയപ്പോൾ കുട്ടികളെല്ലാം രാജ്യത്തുള്ളവരെല്ലാം തീവ്രവാദികളായിട്ടും വിളിച്ച് അവരെ അടിച്ചൊതുക്കുക, കൊല്ലാൻ തുടങ്ങുക, വെടിവെച്ച് കൊല്ലാൻ തുടങ്ങുക. ഇതൊന്നും ഇവർക്ക് പിള്ളേ മേടിച്ചിരിക്കുക. അടുത്ത രാജ്യം കണ്ട് ഇപ്പൊ 2 ഊന്നുവടികളല്ലേ നിൽക്കുന്നേ. അടുത്ത ഈ 2 ഊന്നുവടിയും കാണിയല്ല ഷൂ. ഇതാ ബി ജെ പിക്കാർക്ക് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. പ്രതികരണമാണ്. ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയിലെ മുഖ്യധാരാ പാർട്ടികൾ അടിമുടി മാറേണ്ട ഒരു ഘട്ടത്തിലാണോ നിൽക്കുന്നത്? സന്തോഷ് കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ് പറഞ്ഞോളൂ. സാർ, ഈ ഇപ്പോഴും വിളിച്ച പ്രേക്ഷകരൊക്കെ പറയുന്നത് കേട്ടു തീവ്രവാദികളാണ് അവിടെ സമരം നടത്തിയെന്ന്. എങ്കിൽ ഈ ഗവൺമെന്റിന് ഭരിക്കാനുള്ള യാതൊരു അധികാരവും ഇനി ഇന്ത്യയിലില്ല. തീവ്രവാദികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു ഭരണകർത്താക്കളാണ് ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇവിടെ? തീവ്രവാദികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സർക്കാരാണോ BJP? അത്രയ്ക്കേ ഉള്ളോ? എന്ത് പോഷത്താണ് ഇവർക്ക് പറയുന്നത് അറിയില്ല. തീവ്രവാദികളുണ്ടെന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് ആരെങ്കിലും പറഞ്ഞോ? വെള്ളം കേരളത്തിൽ മൊത്തം മുങ്ങി, എന്നിട്ടും വർഗീയത തീരുന്നില്ല വിളിക്കുന്ന പ്രേക്ഷകർക്ക്. രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ് വരെ ഇറക്കുമ്പം വർഗീയതയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ സാറ് പറഞ്ഞത് പാർട്ടികൾ മാറേണ്ട സമയം കഴിഞ്ഞു, നിഷ്പക്ഷമായിട്ട് മാറണം. ഈ പാർട്ടികൾക്കൊന്നും നിഷ്പക്ഷതയില്ലല്ലോ. ഇവർക്കെല്ലാം സെറ്റിൽമെന്റിലുള്ള സമരങ്ങൾ മാത്രമേ ഉള്ളൂ. BJPക്ക് ആ ഒരു ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. അതുകൊണ്ടാണ് ആ സമരം വിജയിച്ചത്. ഇവര് തീവ്രവാദികൾ നടത്തുന്ന സമരമാണ്. ഒരു മന്ത്രി എന്തിനാണ് രാജിവെച്ചത്? ഒരു തീവ്രവാദിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. ഈ രാജ്യത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ. തീവ്രവാദികൾ മുമ്പ് കീഴടങ്ങേണ്ടതാണോ ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യൻ ഭരണകർത്താക്കളും? ആദ്യത്തെ തീവ്രവാദി എന്ന് നാഥുറാം ഗോഡ്സെയാണ് ഗാന്ധിജിയെ കൊന്നെ. അവരെ പുകഴ്ത്തുന്നവരല്ല ഇവര്, അല്ലെ? മഹാത്മാഗാന്ധിജിനെ കൊന്ന ഗോഡ്സെയെ പുകഴ്ത്തുന്ന ഇവരെ കടന്ന് ഈ തീവ്രവാദവും ഇന്ത്യയിലെ ജൻസികളെയും തീവ്രവാദികളെന്ന് വിളിക്കുന്നത്. അവരെ ആരാധിക്കുന്നില്ല ഗോഡ്സെനെ ഇപ്പോഴും, അല്ലെ? ഓരോ പാഠ്യപദ്ധതികളും മറ്റൊരു ഗോഡ്സെ ആരോ ദൈവതമ്പുരാൻ എന്നുള്ള ഉദ്ദേശത്തിൽ അവർ കൊണ്ടു നടക്കുന്നത്. ആദ്യം അത് തിരുത്താൻ നോക്ക്. മഹാത്മാഗാന്ധിജിനെ കൊന്നിട്ട് ആ ആളെ ആരാധിക്കുന്ന ഇവരാണ് ഇന്ത്യയിലെ മറ്റുള്ള ജനങ്ങളെ ഇന്ത്യന്റെ മഹത്വം വർണ്ണിക്കാൻ നടക്കുന്നത്. മറ്റുള്ള തീവ്രവാദികൾ നാണം മാനില്ല ഇവർക്കൊന്നും ഈ വിളിച്ചു പറയാൻ. ശ്രീ സന്തോഷ്, അതിനകത്തൊരു വിഷയം കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്തോട്ടെ. ഈ ആളുകൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ആശയധാരയിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് എപ്പോഴും അത് RSSന്റെ തലവൻ മോഹൻ ഭാഗവത്, അതിന്റെ RSSന്റെ തലവൻ പറയുന്നത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഇവരാരും തീവ്രവാദികളല്ല. അല്ല, ഞാൻ നാഥുറാം ഗോഡ്സെയുടെ കാര്യമല്ല പറഞ്ഞത്. ഈ സമരത്തിന്റെ വിഷയമാണ്. ആ സമരത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ നിലപാട് അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് സ്വീകരിച്ച നിലപാടോ പിൻപ് സ്വീകരിച്ച നിലപാടല്ല. ഞാൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഇതായിരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഈ വിളിച്ചു പറയുന്ന പ്രേക്ഷകരോട് ചിന്തിക്കണം. മോഹൻ ഭാഗവതിന് അപ്പുറമാണ് ഇവരൊന്നും ഈ രാജ്യസ്നേഹം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന്. രാജ്യസ്നേഹം ഈ വിളിച്ചു പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതല്ല രാജ്യസ്നേഹം. ഇതിനെക്കാട്ടും തെമ്മാടുത്തരായി ഈ പാർലമെന്റിൽ വരെ നടക്കുന്നത്, അല്ലെ? അതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഇവിടെ ജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവിടെ കയറുന്ന അടിയും പിടിയല്ലേ നടക്കുന്നത്. എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഈ ഇന്ത്യയിലെ ജനങ്ങളെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഇന്ത്യയിലെ അങ്ങോട്ട് ഇന്ത്യയുടെ സ്നേഹം, ദേശീയ സ്നേഹം ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദേശീയ സ്നേഹം മനസ്സിലുണ്ട്, മനസ്സിലായ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഷ്ടപ്പെട്ട ആ വയോധികനെ വെടിവെച്ച് കൊണ്ടവരെ സ്നേഹിക്കുന്നവരാണ് ഇപ്പം വീരവാക്യം പറയുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിൽ നിന്ന്. ശ്രീ വിജയകുമാർ, യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യധാരാ പാർട്ടികളൊക്കെ ഇതുവരെ ശീലിച്ച ശീലങ്ങളിൽ നിന്ന്, പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറേണ്ട ഒരു ഘട്ടമായി എന്ന് ഓർമ്മിപ്പിക്കുന്നതാണോ ഈ ജെൻസി സമരം? തീർച്ചയായും. ശരിക്കും എല്ലാ പാർട്ടികളും ഒന്ന് ചിന്തിക്കേണ്ട കാര്യം കഴിഞ്ഞു. എല്ലാ പാർട്ടികളും ചിന്തിക്കലും കഴിഞ്ഞു. പൊതുവെ ഇതിന് അനുഭവമുള്ള ആൾക്കാരില്ല. പൊതുവെ CPI ഇടതുപക്ഷ പാർട്ടികൾ ഇതിന് സ്ഥലവാർപ്പന വേറെ നോക്കാതെ പിന്തുണച്ചിട്ടുണ്ട്. ആ സമരവേദിയിലും MAVP പോലുള്ള ആൾക്കാരൊക്കെ രാജ്യാത് പോലുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തം തന്നെയാണ്. ഇന്ത്യക്ക് മാറ്റം വരും. ഇന്ത്യക്കല്ല, ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇതല്ലെങ്കിൽ ഇതുപോലെ വേറെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ ഭരണാധികാരികൾ ചിലപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടികളോ സോഷ്യൽ ചിന്താഗതികളോ ആൾക്കാർക്ക് ഭരണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ശരിക്കും
ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണല്ലോ അത് മാർക്സും ലെനിൻസും ഒക്കെ. അപ്പൊ അതിലേക്കുള്ള യാത്ര ഒന്നിനും സ്പീഡ് നടക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കും എല്ലാ ഭാഗത്തും. അപ്പൊ ഇതിനെ പരിഹസിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഉണ്ടാവും. കാരണം മാർക്സും ലെനിൻസും അതിന് കാലം കഴിഞ്ഞൊക്കെ പറയുന്ന പക്ഷേ എല്ലാ രാജ്യങ്ങളും ഈ മാറ്റം വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പല രാജ്യങ്ങളിലും ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ശരിക്കും ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഈ സമരം വ്യാപകമായിരിക്കും. ഒരു കാര്യം മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ പരിഹരിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. ലോകം മുഴുവൻ ഒരു ശരിക്കും ഒരു വ്യാപകമായിട്ട് തന്നെ ഇതിന് അനുഭവമുള്ള ആൾക്കാരുണ്ടാവും. ഓരോ രാജ്യങ്ങളിലും ഭരണമാറ്റം ഉണ്ടാവും. ഇതൊന്നും അധികം കാലം കഴിയാതെ തന്നെ ഇതിനുള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ വിജയകുമാർ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഈ സമര പോരാട്ടങ്ങളും ഈ രാഷ്ട്രീയവുമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടി, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ കൂടി പങ്കാളിയായ നിലയിൽ ചോദിക്കുകയാണ്, ഈ പുതിയ തലമുറ കാണിച്ചു തന്ന പാഠങ്ങൾ, ആ പാഠങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറേണ്ട സമയം അതിക്രമിച്ചോ? ദാസൻ്റെ ടെലിഫോൺ മതിൽ ചില തടസ്സമുണ്ടെന്ന് ശ്രീ പാപ്പച്ചനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ പാപ്പച്ചൻ, ഈ ജൻസികൾ നിങ്ങൾ മാറുമെന്ന് പഴയ തലമുറയിലെ രാഷ്ട്രീയ പാർട്ടികളോട് നോക്കി പറയുകയാണോ? അതെ. ഇവിടുത്തെ ഇവിടെ സത്യസന്ധമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിനെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം സത്യസന്ധമായിട്ട് പെരുമാറുന്ന ആൾക്കാരൊക്കെ തീവ്രവാദികളും അങ്ങനെയുള്ള ആൾക്കാരായിട്ട് മാറണ ഇവരാക്കി തീർക്കുന്നത്. ഇപ്പൊ ഈ കുട്ടികളുടെ പരിപാടി നടത്തുന്നത് വളരെ ന്യായമായ കാര്യമാണ്. എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതൊന്നും അവര് വക കൊള്ളാൻ ആദ്യം തയ്യാറായില്ല. പിന്നീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ചെയ്തു. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇങ്ങനെയൊക്കെയാണ് പോവുള്ളൂ. നമ്മുടെ ഗതികേട്, നമ്മുടെ ബുദ്ധിമുട്ട് എന്നാ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ ഇവരെ നന്നാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവര് നന്നാവാൻ ബുദ്ധിമുട്ടാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടത്. ഷിജു കിരിയത്ത് പറയുന്നു, നൗ ദേ ആർ റിമൂവിംഗ് ദി പോസ്റ്റ് ഓഫ് CJP ഇൻ മെറ്റ പ്ലാറ്റ്ഫോം ബട്ട് they should remember it's not the time. While TikTok was banned, they will opt for other platform and will no more consume വെനംസ് എനിമോർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതൊക്കെ നീക്കിയാൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന തക്ക ശേഷിയിലേക്ക് പുതിയ തലമുറ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഒരാൾ മാറ്റിയാൽ അടുത്തടുത്തേക്ക് വഴി ആശയവിനിമയമൊക്കെ സാധ്യമാവും. ഇന്ത്യയിൽ സമരം നടക്കുന്ന സമയത്ത് അവിടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ട് പോലും അവർ അതിന് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തി. അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ എത്താൻ പുതിയ തലമുറയ്ക്ക് അറിയാം അത്തരം മാർഗ്ഗങ്ങളൊക്കെ. പ്രൈം ഡിബേറ്റ് മാതിരി ഈ അജണ്ട ചർച്ചയ്ക്ക് ഞാനില്ല, ഇന്ന് ലീവ് എന്ന് സുനിൽകുമാർ പറയുന്നു. ശരി സുനിൽകുമാറിന് ലീവ് എടുക്കണമെങ്കിൽ താങ്കൾക്ക് എടുക്കാൻ പ്രശ്നമില്ല. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ ആമുഖം എന്നുള്ളതാണ് മുരളീധരൻ നായർ പറയുന്നത്. ശശിധരൻപിള്ളയ്ക്കും മണിമലയ്ക്കും അഡ്വാൻസ് സംസ്കാരമൊക്കെ പറയുന്നു. പൊതുവേദി PR വർക്കായി മാറി. എല്ലാവർക്കും നമസ്കാരം. സുനില, പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് കേരളത്തിലെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ലെന്നാണ് ശശിധരൻപിള്ള പൊതുവെ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ്, ആരുടെ PR വർക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളുടെ ചോദ്യം വളരെ കൃത്യമാണ്. ഇന്ത്യയിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മാറേണ്ട സമയമായോ എന്നുള്ളത് തന്നെയാണ്. ജൻസികൾ കാണിച്ച വഴിയിലേക്ക് മാറണോ? ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അഭിപ്രായം പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവർ തന്നെ പറയുന്നു ഇവരൊക്കെ മാറേണ്ട സമയമായി എന്നുള്ളത്. എല്ലാ പാർട്ടികളും അത് ചർച്ച ചെയ്യുന്നു, ചെറുതും വലുതുമായ പാർട്ടികളൊക്കെ. അപ്പോൾ ചിലർക്ക് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി തോന്നില്ല. അത് എൻ്റെ കുറ്റമല്ല, താങ്കൾക്ക് അങ്ങനെ തോന്നാനുള്ള അവകാശമുണ്ട്. നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അവർക്ക് പരിഹാരം കാണുകയും ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം. വാഗ്ദാന പെരുമഴയിൽ വായിൽ തോന്നുന്നു വിളിച്ചു നടക്കുന്ന നേതാക്കൾ കണ്ണു തുറക്കണമെന്ന് ഡോക്ടർ MB മണി ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ പൊളിറ്റിക്സിൽ ഇടപെട്ടില്ലെങ്കിൽ പൊളിറ്റിക്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. കാറൽ മാക്സ് പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അത് AK കൃഷ്ണൻകുട്ടിയാണ് പറയുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം, നമ്മുടെ രാജ്യത്തെ വിഷയങ്ങളിൽ നമ്മൾ നേരിട്ട് ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെ എങ്ങനെ പോകണം എന്ന് അവർ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോഴാണ് അത്തരം ഘട്ടത്തിലൊക്കെയാണ് ഈ ചെറുപ്പക്കാർ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നത്. വീരശൂര പരാക്രമി ആഭ്യന്തരമന്ത്രിയെ മാളത്തിൽ ഒളിച്ചിരിപ്പിക്കാൻ കാരണക്കാരനായ ജൻസി ചില്ലർ പ്രസ്ഥാനമല്ല എന്നൊക്കെ കൃഷ്ണൻകുട്ടി പറയുന്നു. യുവ നേതാവ് രാഹുൽ എന്ന് പറഞ്ഞൊരു ഇമോജിയൊക്കെ ഇട്ടിരിക്കുന്നു. പ്രമോദ് നാണുവാണ് അങ്ങനെ ഒരു ഇമോജി ഇട്ടിരിക്കുന്നത്. രാഹുലിൻ്റെ പ്രായത്തെ വെച്ച് കളിയാക്കിയായിരിക്കും. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അല്ല, ആരായാലും പ്രായത്തേക്കാൾ പ്രധാനം അവർ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ പുതിയ തലമുറയ്ക്ക് അനുകൂലിച്ച് നിലപാട് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള വിഷയം തന്നെയാണ്. എത്രയോ പ്രായമായ സാധാരണ രാഷ്ട്രീയക്കാരേക്കാൾ പ്രായമായപ്പോഴാണ് VS അച്യുതാനന്ദനെ പോലൊരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്നതും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതും. ഏറ്റവും ചെറുപ്പക്കാർ ചിന്തിക്കുന്ന രീതിയിലേക്ക് അഭിപ്രായ പ്രകടനങ്ങൾ
അങ്ങനെ എത്രയെങ്കിലും നേതാക്കൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ വിവിധ പാർട്ടികളുണ്ട്. അത് CPM മാത്രമൊന്നുമല്ല, വിവിധ പാർട്ടികൾ അങ്ങനെയുണ്ട്. അത് പ്രായം അല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നന്നേ ചെറുപ്പത്തിലെ പടുവൃദ്ധന്മാരെ പോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവർ ആ തരത്തിൽ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രായം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, BJPയുടെ മതരാഷ്ട്ര സ്വപ്നങ്ങൾക്ക് ജെൻസി കടുത്ത ഭീഷണിയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തലയിൽ മുണ്ടിട്ട് മതങ്ങളുടെ പിറകെയും അമ്പലങ്ങളിലും പോകുന്ന പാർട്ടിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ശശിധരൻ പിള്ള പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്, തീർച്ചയായും അങ്ങനെയൊക്കെ ഉണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. അതൊന്നും ആരും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. BJP ജെൻസിയെ പാർട്ടിലാക്കാൻ ശ്രമിക്കുന്നതിന് കാരണം മറ്റൊന്നാണ്. BJPയുടെ വോട്ട് ബാങ്കായ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് ആണ് അവരുടെ മാതാപിതാക്കൾ. അവരുടെ വോട്ട് നഷ്ടപ്പെടരുത്, അതാണ് കാരണമെന്ന് പറയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് കിട്ടിയ പിന്തുണ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം തുറകളിൽ നിന്ന് സാധാരണക്കാരും ഇടത്തരക്കാരും ഒക്കെയാണ് അവരെ വലുതായി പിന്തുണച്ചത്, സമ്പന്നവർഗമല്ല പിന്തുണച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം ഭയം ഏത് പാർട്ടിക്കാരും, അതിന് BJPക്കായാലും നാളെ ഇനി ഭരണത്തിലിരിക്കുന്ന ഏത് പാർട്ടികൾക്കായാലും അത്തരം ഭയം ഉണ്ടാവും. അപ്പം ഇടശ്ശേരിയുടെ പൂതപ്പാട്ടൊക്കെ എഴുതിയാണ് കൃഷ്ണൻകുട്ടി എഴുതിയിരിക്കുന്നത്. പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതങ്ങനെ നിന്നാളമ്മ, കാറ്റിൽ ചുഴലിയായി ചെന്ന് പൂതം കുറ്റി കണക്കങ്ങും നിന്നാളമ്മ, കാട്ടുതീയായിട്ടും ചെന്ന് പൂതം കണ്ണീരൊക്കെ കെടുത്താളമ്മ എന്ന് പറയുന്നത്. അമ്മ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടി ഭൂതം പല രീതിയിൽ ചെല്ലുന്ന ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിൽ തീയായും കാറ്റായും മഴയായും ഒക്കെ ചെല്ലുമ്പോഴും അമ്മ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ കുട്ടികൾ അങ്ങനെ നിന്നു എന്ന് പറയുന്നു. എന്തായാലും ഒരു കവിതയൊക്കെ എഴുതി ഇട്ടത് കൊള്ളാം. എന്തായാലും നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വധിച്ചതിനേക്കാൾ വലിയ തീവ്രവാദം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. കേരളത്തിൽ മൊത്തം മുങ്ങിയെന്ന് സന്തോഷ് പറയുന്നു. എന്നിട്ട് ഒരു ദിവസമെങ്കിലും ചാനൽ അത് ചർച്ച ചെയ്തെന്ന് പറയാമോ എന്ന് ശശിധരൻ പിള്ള ചോദിക്കുന്നു. എന്തായാലും ന്യൂസ് 18 കുറിച്ചായിരിക്കില്ല, ന്യൂസ് 18 കുറിച്ചല്ല, കേരളത്തിലെ എല്ലാ ചാനലുകളും കേരളത്തിലെ മഴ വളരെ വിശദമായി രാവിലെ മുതൽ രാത്രി വരെ പല ദിവസങ്ങളും തുടർച്ചയായി ലൈവുകൾ കൊടുക്കുകയും വാർത്തകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. കേരളത്തിലെ ഒരു മാധ്യമവും ഇത്തരം വിഷയങ്ങളിൽ ഒരു കേരളത്തിലൊരു പ്രശ്നം വന്നാൽ രാഷ്ട്രീയം കാണും, മറ്റ് പ്രശ്നങ്ങളൊക്കെ കാണും, ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ കുത്തിത്തിരിപ്പ് വരെ കാണും. പക്ഷേ കേരളത്തിൻ്റെ ഒരു വിഷയമുണ്ടായാൽ, ഒരു പ്രളയമോ അല്ലെങ്കിൽ നിപ്പയോ അല്ലെങ്കിൽ കോവിഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തമുഖങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് വളരെ മാതൃകാപരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് വിഷയങ്ങളെ പോലെയല്ല. ഞാൻ മറ്റ് എല്ലാം കൊണ്ട് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ദുരന്തഘട്ടത്തിലെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്തം കാണിച്ചിട്ടുള്ളവരാണ്. ഒരു മതത്തിൻ്റെ ആരാധനാലയം അത് ഒരേ ആളുകളുടെ തന്നെ പിന്നീട് ഉള്ളതാണ്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കമൻറ്റുകളൊക്കെ പിന്നീട് വായിക്കാം. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്, വളരെ വേഗത്തിൽ മടങ്ങി വരാം. ജെൻസികളുടെ സമരം വിജയിച്ചതിന് ശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ വലിയ ചർച്ച നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ജെൻസികളുടെ പ്രവർത്തന ശൈലിയിലേക്ക്, അവരുടെ വികാരങ്ങളിലേക്ക്, അവരുടെ വിചാരങ്ങളിലേക്ക് ആ തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതും അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നതും? ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും കഴിയാത്ത രീതിയിലേക്കുള്ള വലിയ മാറ്റം കൊണ്ടുവരാൻ ജെൻസി സമരത്തിന് കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും ഇങ്ങനെ ഒരു സമരത്തെ ആദ്യം അവഗണിച്ച് തള്ളിയതാണ്. പലതരത്തിൽ അതിനെ ഇല്ലാതെയാക്കാൻ നോക്കി. അവിടെയെല്ലാം ഒടുവിൽ അതിന് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ആ പാർട്ടികളെല്ലാം തന്നെ അത്തരം ചില ആഭ്യന്തര ചർച്ചകളിലാണ്. മോഹൻ ഭാഗവതിനെ പോലെ RSSന്റെ തലവൻ അതിൽ അഭിപ്രായം പറയുന്നത് വ്യക്തമായി. ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ അഭിപ്രായം പറയുന്നു. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും അത്തരം അഭിപ്രായങ്ങൾ, പാർട്ടികൾ മാറണം അല്ലെങ്കിൽ നിങ്ങൾ അപ്രസക്തരാകും എന്ന തരത്തിലേക്ക് വരുന്നു. ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആദ്യം പ്രതികരിക്കുന്നത് ശ്രീ മോഹനാണ്, കണ്ണൂരിൽ നിന്നും. ശ്രീ മോഹനൻ, നമ്മുടെ മുഖ്യധാര പാർട്ടികൾ മാറേണ്ട സമയം അതിക്രമിച്ചോ? ശ്രീ മോഹനൻ, താങ്കളെ TV മ്യൂട്ട് ചെയ്യൂ. നമസ്കാരമുണ്ട്. TV മ്യൂട്ട് ചെയ്തിട്ട് പറയൂ. പറയുന്നുണ്ട്. ഇത് അത് മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴോ മാറേണ്ടതായിരുന്നു. കാരണം അതിന് ഉദാഹരണമാണ്, ഇവിടെയൊന്നും പോകണ്ട. നിങ്ങൾ തമിഴ്നാട്ടിലെ നിങ്ങളുടെ എല്ലാ ചാനലുകളും സർവേകളൊക്കെ നടത്തിയിട്ട് കാണിച്ചത് അവിടെ DMK വലിയ ഭൂരിപക്ഷത്തിൽ വരുന്നൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാഷ്ട്രീയത്തിൽ യാതൊരു വിവരമോ കഴിവോ ഒന്നുമില്ലാതെ ഒരു ആളാണ് അവിടെ ഇപ്പൊ ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇവിടെ നമ്മുടെ ബീഹാറിലൊരു തെരഞ്ഞെടുപ്പ് നടന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പ്. അവിടുത്തെ ഇതെന്താണെന്നില്ല നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാരമ്പര്യ രാഷ്ട്രീയ ഇതൊക്കെ മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവരൊക്കെ ഇപ്പോഴും അതും കൊണ്ട് നടക്കുവാണ്. ഇപ്പൊ കിരണിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു പാർട്ടിയുടെ ആള് വന്നിട്ട്. അത് ED വരുന്ന പറഞ്ഞിരുന്നു, കിരണിന്റെ വീട്ടിലേക്ക് ED വരുന്ന ആളാ. എന്റെ വീട്ടിലേക്ക് അങ്ങനെ പറഞ്ഞേ. അതെ, എനിക്ക് കൃത്യമായി മനസ്സിലായില്ല. എന്റെ വീട്ടിലാണെങ്കിൽ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ വരുന്നാന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ആ പാർട്ടി തന്നെ ഒരു 90-ലുണ്ടായ ഒരു പാർട്ടിയാണ്, തട്ടിക്കൂട്ടിയ പാർട്ടിയാണത്. കുറച്ച് EMI അടയ്ക്കാനുണ്ട് എല്ലാ മാസം. അപ്പൊ അതൊന്ന് ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവര് അല്ല, അത് വേറെ കാര്യം, അത് കണ്ടോട്ടെ. പക്ഷെ ആ പാർട്ടിക്ക് തന്നെ യാതൊരുവിധ ഐഡിയോളജിയോ ഒന്നുമില്ല. ഒരു തട്ടിക്കൂട്ടിയ പാർട്ടി, വർഗീയത ഇളക്കി വിട്ടിട്ട് അവരാണ് ഭരണത്തിൽ കയറിയിരിക്കുന്നത്. അവർക്കൊന്നും കൂടുതൽ കാലം നിലനിൽപ്പില്ല എന്നല്ല എല്ലാവർക്കും അറിയാം. അത് ഇനി വളരെ ചെറിയ സമയത്തിനുള്ളിൽ അതൊക്കെ അട്ടിമറിഞ്ഞു പോകും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ജന്തർ മന്ദറിൽ കണ്ടത്. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്നവരും ഇതൊക്കെ ചെയ്യുന്നവര് സൂക്ഷിച്ചാൽ നല്ലത്. അവരെ വീട്ടിലേക്ക് ഇടിയല്ല വരിക, ചിലപ്പോ ഈ ജൻസി വന്നിരിക്കും. ബി കെയർഫുൾ. അപ്പൊ ഇന്നത്തെ കാലം നിങ്ങളെ CPM ആയാലും മറ്റുള്ള പാർട്ടികളായാലും ആരായാലും നിങ്ങൾ ആ രീതി അതൊന്നും മാറിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് പ്രാക്ടിക്കൽ പൊളിറ്റിക്സും കൊണ്ടു നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നുള്ളത് അതിന്റെ ഉദാഹരണമാണ് ഇത്. ഇപ്പോഴുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാ ജൻസി. അപ്പോഴുള്ളത് കാര്യങ്ങൾ ഇത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക, അതിൽ കയറി പിടിച്ചു പോവുക. അപ്പൊ അതൊന്നും മനസ്സിലാകാത്തവരാണ് ഇന്നത്തെ കുറെ ഈ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും. ഇവിടെ കേരളത്തിൽ തന്നെ നോക്ക്, കേരളത്തിൽ എന്തായിരുന്നു? കേരളത്തിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? ഈ ജൻസികൾ തന്നെയായിരുന്നു. ഏറ്റവും ഇവിടെ ഉമ്മൻചാണ്ടി പണ്ടൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എന്തത് പിന്നെ ജനസമ്പർക്കം കൊണ്ടുവന്നിട്ട് എന്താ ഉണ്ടായത്? ആരെങ്കിലും എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ മുഖ്യമന്ത്രിനെ കാണും. മുഖ്യമന്ത്രിയുടെ പണി ജനങ്ങളുടെ വീട്ടിൽ പോയി ശ്രീ മോഹനാണ് കണ്ണൂരിൽ, ശ്രീരാജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയിലെ പാർട്ടികളൊക്കെ അടിമുടി മാറേണ്ട ഒരു ഘട്ടത്തിലാണോ നിൽക്കുന്നത്? നമസ്കാരം. പിന്നെ ഈ ഭാഗവത് ഇന്നല്ല വരണ്ടേ, അന്ന് ജൻസി ഇവിടെ സമരം നടക്കുന്നതിന് മുന്നേ വന്നിട്ട് അയാൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നിപ്പോ അയാൾ വന്നിട്ട് കുറെ അതൊരു രാഷ്ട്രീയ തട്ടിപ്പാ. ഇതെല്ലാം രാഷ്ട്രീയ തട്ടിപ്പായിട്ട് ഞാൻ കാണുന്നു. ഇത് രാഷ്ട്രീയങ്ങൾ എങ്ങനെ മുതലെടുക്കാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ ഇതിന് മെനക്കെടുന്നുണ്ട്. ഇവര് ഇപ്പം ഭരിക്കുന്നതെന്ന് വെച്ചാൽ ഭീഷണി ഭരണമാണ്. ഞാൻ എല്ലാരും ഭീഷണിപ്പെടുത്തി ഭരിച്ചിട്ട് ഭരിക്കുന്ന ഒരു കാലഘട്ടമായി പോയി. ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവന്റെ വീട്ടിലേക്ക് ആൾക്കാരെ പറഞ്ഞേക്കും, എന്നിട്ട് ഭീഷണിപ്പെടുത്തും. അല്ലെങ്കിൽ മറ്റേ വീഡിയോ പിന്നെ മറ്റേ ഏതെങ്കിലും ഒരു പാർട്ടീനെ അങ്ങ് പറഞ്ഞിട്ട് പറയും നീ ഇങ്ങനെ തെറ്റുകാരനാണ്. ഇങ്ങനെ നയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വേണോ? നല്ല ഭരണം. അന്ന് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കുട്ടികളെ പരീക്ഷ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മക്കളെല്ലാം ലോൺ എടുത്തിട്ട് ഇത് എടുത്തിട്ട് പഠിപ്പിക്കുമ്പോ വേദന ഉണ്ടാവൂലേ? ആ വേദന അന്ന് ആ ആടെ വന്നിട്ട് അയാൾ എന്ത് ഭാഗവത അയാൾ അന്ന് ആ സമരം നടക്കുന്നതിന് മുന്നേ ഇത് നമ്മളെ കുട്ടികളാ, അവര് പറഞ്ഞത് ശരിയാ, ഇയാള് രാജിവെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം എന്റെ മക്കളാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തന്ത്രമല്ലേ? ആണോ? അല്ലാതെ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ഈ സമരത്തിലെ ഈ ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലായിരുന്നില്ല പറയേണ്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷമായാലും പറഞ്ഞു എന്നുള്ളതിനെ നമുക്ക് പോസിറ്റീവായി തന്നെ കാണേണ്ടി വരും. ശ്രീ ദാസനാണ്. ദാസൻ നേരത്തെ വിളിച്ചിട്ട് കിട്ടിയിരുന്നത്. ദാസൻ, താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ വീണ്ടും കട്ടാണെന്നു. സലീമാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ സലീം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ പാർട്ടികളൊക്കെ യഥാർത്ഥത്തിൽ കണ്ട് പഠിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ തിരുത്തേണ്ടതല്ലേ സ്വയം ഈ പുതിയ കാലത്തിനനുസരിച്ച്? രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ടത് സമര രീതിയിലല്ല, ആശയപരമായിട്ടാണ്. അവരുടെ ആത്മാർത്ഥതയിലും ആവർത്തന വിരസത ഉണ്ടാക്കുന്നതിലുമാണ് അവർ മാറേണ്ടത്. ഇപ്പൊ ജൻസികളുടെ നടന്ന കുട്ടികളുടെ സമരം ആത്മാർത്ഥമുള്ളതായിരുന്നു. നഷ്ടപ്പെടാനുള്ളതിനേക്കാളും കൂടുതൽ അവർക്ക് നേടിയെടുക്കാനുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. പണ്ടത്തെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ആയിരുന്നു അവരുടെ സമരങ്ങള്. അതിൽ 100% ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സമരങ്ങളും പലതും അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും പലതിനും പിന്നീട് അതിനൊരു ഫലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വേണ്ടത് ഇതുപോലെ അതുപോലെ സമരം വിജയിക്കാൻ ഒരുപക്ഷെ ഇതുപോലത്തെ കൂട്ടായ്മക്കാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഇത് മാത്രം മതിയാവുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സലീമാണ് പ്രത്യേകിച്ച്. ശ്രീദാസനാണ്. ശ്രീദാസൻ, താങ്കൾ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഞാനിത് പറയുന്നത് BJPന്റെയും സംഘപരിവാറിന്റെയും ഒരു വിജയമാണ്. ചെറുപ്പക്കാരെ ഈ അഭിജിത്ത് ദീപ്കേന്ദ്രക്കാരന് ചെറുപ്പക്കാരെ ഇവരിങ്ങോട്ട് തട്ടിയെടുത്ത് കഴിയും. ഇനിയിപ്പോ നോക്കുക, ഒരു സമരം നടത്താൻ ഈ കോർപ്പറേറ്റ് ജനതാ പാർട്ടിക്ക് ഈ കേൾപ്പുണ്ടാവില്ല.
എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ ഇത്രയും കാലമായിട്ട് ഒരു ചെറുപ്പക്കാർ അണിനിരക്കുന്നില്ല? ഒരു സമരം പോയി ഏറ്റെടുത്തല്ലാതെ സ്വന്തമായിട്ട് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ജനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, അടുത്ത വർഷത്തിനും പറ്റുന്നില്ല. അപ്പോ ഈ മിക്കവാറും ഇനി അടുത്ത യുഗം ഈ BJP സംഘടനമാരുടെ യുഗം തന്നെയായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവര് പരമാവധി ചെറുപ്പക്കാർക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ യുഗത്തിലേക്ക് വരാൻ പോയി കുറച്ച് കാലത്തേക്ക് 2048 വരെയെങ്കിലും മറ്റവർ പറഞ്ഞ പോലെ ഇവരുടെ അടുക്കൽ മാറും. നിനക്ക് തോന്നുന്നില്ല കിരൺ ബാബു? ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീദാസൻ. ശ്രീ ഗോപകുമാറാണ്, ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ഗോപകുമാർ, ഈ ഇന്ത്യയിലെ ഒരു ജെൻസി സമരം വന്ന സമയത്ത് ആദ്യമൊക്കെ അതിനെ അവഗണിച്ച് തള്ളാൻ ശ്രമിച്ചു, പിന്നീട് അതിനെ പുച്ഛിച്ചും ആക്രമം ഒക്കെ നടത്തിയും ഒക്കെ അതിനെ തള്ളാൻ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഈ പുതിയ തലമുറയുടെ ഉള്ളിലെ രോഷം അത്രത്തോളം വലുതായിരുന്നു എന്ന് തിരിച്ചറിയലായിരുന്നു. അതിനെ തിരിച്ചറിയാൻ ഇന്ത്യയിലെ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഒന്നും കഴിഞ്ഞില്ല. മുഖ്യധാര പാർട്ടികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് തിരിച്ചറിയുന്ന രീതിയിലേക്ക് ഒരു മാറ്റം ഈ പാർട്ടികൾക്കുള്ളിലെല്ലാം അനിവാര്യമല്ലേ? കിരൺജി നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ മറ്റേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക് ഒന്ന് എടുക്കാനുള്ള കാരണം നേരത്തെ 2-3 ആൾക്കാർ ഇതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക് എടുക്കാനുള്ള കാര്യത്തിൽ കിരൺ ബാബു പറഞ്ഞത് കുത്തിത്തിരിപ്പ് പരിപാടിയും കൂടി ചിലപ്പോൾ കുറെ ശരിയായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ കുത്തിത്തിരിപ്പിന്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ സംഭവം എടുത്തതെന്നാണ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. എനിക്ക് അങ്ങനെ തോന്നിയത്. കിരൺ ബാബുവിനെ സംബന്ധിച്ച് കുത്തിത്തിരിപ്പുമായിട്ടും പല പാർട്ടികളുണ്ടാവും, പല ചാനലുകളും ഉണ്ടാവും. എല്ലാ ചാനലുകളും കേരളത്തിലത്തെ പ്രശ്നങ്ങളെ സംഭവിച്ച എല്ലാ ചാനലും കാണിച്ചു. പക്ഷെ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ കാര്യം കിരൺ ബാബു തന്നെയാണ് പറഞ്ഞത്. ആ കുത്തിത്തിരിപ്പിന്റെ ഉദ്ദേശമാണ് ഈ ഒരു ടോപ്പിക് ഇപ്പൊ എടുക്കാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലായി. അതായിക്കോട്ടെ, കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അതൊരു വിഷയമല്ല. ഇതിപ്പോ ബങ്കിംപൂരില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിന്റെ സ്ഥലത്ത് എന്തായാലും പേര് മറന്നല്ലോ, പ്രശാന്ത് കിഷോർ ജയിച്ചു. അപ്പൊ ജെൻസിയുടെ വോട്ടാണ്. അതേമാതിരി മധ്യപ്രദേശിൽ ഒരു ഇലക്ഷൻ നടന്നു, അവിടെ ഒരു അതേമാതിരി മാറ്റം ഉണ്ടായി. അങ്ങനെയുള്ള ഒരു 2-3 കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ്. പക്ഷെ ഈ ബങ്കിംപൂരിൽ എന്ത് കാരണം കൊണ്ടാണ് അപ്പൊ ഈ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാർ കെട്ടിവെച്ച കാശ് പോയി എന്നുള്ളത് പറയാൻ ഈ ചാനലിൽ കിരൺ ബാബു പോലും തയ്യാറല്ല. ജെൻസി പറഞ്ഞിട്ട് ജെൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ജെൻസി ആണെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റുന്നേ. ഒറിജിനൽ ജെൻസി ആണെന്ന് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് 2013 ഒരു തവണ അതേമാതിരി ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലേ? അന്ന് BJP പ്രതിപക്ഷത്തിലിരിക്കുന്ന BJP പറഞ്ഞോ, അല്ലെങ്കിൽ BJPയുടെ അണികൾ പറഞ്ഞോ? BJPക്കും ഉണ്ട് യൂത്തന്മാരെ അല്ലെങ്കിൽ BJPക്കും ഉണ്ട്. BJP പറഞ്ഞിട്ടില്ലല്ലോ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞോ, പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞോ? 2013 ഇതേമാതിരി ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലേ? അന്നൊന്നും BJP ശ്രീ ഗോപകുമാർ, രണ്ട് കാര്യം. ഒന്ന്, ഈ അവിടെ ബങ്കിപ്പൂരിൽ 10-35 വർഷമായി BJP ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നിബിൻ നവീൽ 50,000-ലേറെ വോട്ട്, 1,00,000-ലേറെ വോട്ട് ജയിച്ചൊരു മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോർ ജയിച്ചത് ഒന്ന് മാത്രമല്ല വിഷയം. അതൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ അട്ടിമറി ഉണ്ടാവും. അതിന് ചിലപ്പോൾ ഈ ജെൻസി സമരവും ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമൊക്കെയാണ്. അതല്ല വിഷയം. നമ്മുടെ ചോദ്യം ഇതാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ ഡൽഹിയിൽ ഒരു കുട്ടികൾ സമരം നടത്തിയപ്പോൾ ആദ്യം അതിനെ അവഗണിച്ച് തള്ളാൻ നോക്കി, പിന്നീട് അവർക്കെതിരെ തീവ്രവാദികളാണെന്ന് പറയാൻ നോക്കി, നടന്നില്ല. പിന്നീട് അവരുടെ പോലീസിനെ കൊണ്ട് അടിച്ച് അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി അതിക്രൂരമായ നിഷ്ഠൂരമായ അതിക്രമമൊക്കെ പോലീസിനെ കൊണ്ട് നടത്തിച്ചു നോക്കി, എന്നിട്ടും നടന്നില്ല. പക്ഷേ ഒടുവിൽ അവർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ഈ പുതിയ തലമുറ ചിന്തിക്കുന്ന രീതിയിലേക്ക് തിരിച്ചറിയാൻ ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ വളരെ പരിമിതിയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ പരിമിതി മറികടന്ന് അവർ പുതിയ കാലത്തനുസരിച്ച് മാറേണ്ടേ? ഇതാണ് നമ്മുടെ വിഷയം. അതിന് താങ്കൾക്ക് BJPക്കെതിരെയാണെന്നും കുത്തിത്തിരിപ്പാണെന്ന് താങ്കൾക്ക് തോന്നിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. താങ്കൾക്ക് താങ്കളുടെ വെർഷൻ എടുക്കാം, അങ്ങനെ എടുക്കാം. അതല്ല, മറ്റു വെർഷൻ എടുക്കുന്നവർ അങ്ങനെ എടുക്കാം. അല്ലെ, ആര് പറഞ്ഞ വെർഷനായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി കുത്തിത്തിരിപ്പാന്ന് തോന്നിയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഈ ജെൻസികൾ ഉയർത്തുന്ന വിഷയത്തിന് വേണ്ടി ഒരു കുത്തിത്തിരിപ്പ് അല്ല, ശ്രീ ഗോപകുമാർ, ജെൻസികൾ ഉയർത്തുന്ന വിഷയത്തിന് വേണ്ടി ഒരു കുത്തിത്തിരിപ്പ് നടത്തിയാൽ അതൊരു കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അല്ല, അതുകൂടെ ഉണ്ടായിരിക്കാതെ താങ്കൾ തന്നെയാണ് പറഞ്ഞത്. അല്ല, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ജെൻസികൾ ഉയർത്തുന്ന വിഷയത്തിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നെങ്കിൽ നല്ലത് എന്നുള്ള കാര്യത്തിന്, അതിന് അനുകൂലമായ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നത് നല്ലതെന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഉപയോഗിച്ച് ഞാനല്ല, കുത്തിത്തിരിപ്പുള്ള കിരൺ ബാബുവാണ് ഉപയോഗിച്ച്. അല്ല, അത് കുഴപ്പമില്ലെന്ന് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ കുത്തിത്തിരിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കിരൺ ബാബുവാണ്, ഞാനല്ല. ആ കുത്തിത്തിരിപ്പിന്റെ ഉദ്ദേശം തന്നെയാണ് ഈ പൊതുവേദിയിൽ ഇന്ന് ഈ ചാപ്റ്റർ എടുത്തുള്ള കാരണം എന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ചാപ്റ്റർ എടുക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് പറഞ്ഞതും ഇന്ന് ശശി തരൂർ പറഞ്ഞതുമാണ്. അല്ല, അതിന്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, സമയം കഴിയാത്ത സമയത്ത് താങ്കൾ ഇടപെട്ടിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കാണ്ടിരിക്കരുത്. കുത്തിത്തിരിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഞാനല്ല.
എന്തായാലും ഈ കുത്തിത്തിരിപ്പ് കൊണ്ടോ ഈ ജൻസിയുടെ ഇത് കൊണ്ടോ ഈ പൂച്ചാണ്ടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ കിഷോർ പ്രശാന്ത് കിഷോർ അവിടെ ജയിച്ചു നമ്മളെ ദേശീയ പ്രസിഡന്റിന്റെ സ്ഥലത്ത് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ല മധ്യപ്രദേശിലെ സീറ്റിൽ ഞങ്ങൾ തോൽവി കിട്ടു എന്ന് പറഞ്ഞുകൊണ്ടോ ഈ പറഞ്ഞുകൊണ്ടൊന്നും ഈ ജൻസിയുടെ ഈ പൂച്ചാണ്ടി കാട്ടിയെ കൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്ത ഇലക്ഷന് ഞാനിതപ്പോ പറയുന്നു 2029 ശരി 31 ശരി എപ്പോ നടന്നാലും ശരി കേന്ദ്രത്തിലെ ഇലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാൻ ഇവർക്ക് ആളുണ്ടാവില്ല. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഭാവി മുഖ്യമന്ത്രി എന്ന് പറയാൻ രാഹുൽ ഗാന്ധിയാണല്ലോ ഇവർ ചൂണ്ടിക്കാട്ടുന്ന. ഇന്ത്യ മുന്നണി തെറ്റിവെച്ച കാശ് നഷ്ടപ്പെട്ടു അവിടെ. ശരി ഗോപകുമാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 20 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ മുന്നണി ഭരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അതിനിടയിൽ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലത്. ഇപ്പോഴത്തെ ഭരണം ഉണ്ടായതിനു ശേഷം പിന്നെ അങ്ങനെ ഭൂരിപക്ഷം വന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്താൽ വലിയ രസമാവും. അത് പോട്ടെ. എന്തായാലും ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ BJP യോ കോൺഗ്രസോ മാത്രമല്ല CPM അടക്കമുള്ള പാർട്ടികൾ അവരിപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പഴയ തലമുറയുടെ പഴയ ശൈലിയിലാണ് ഈ പാർട്ടികളൊക്കെ തന്നെ. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ പുതിയ തലമുറയ്ക്കൊത്ത് പുതിയ തലമുറയുടെ ചിന്താഗതിക്കൊപ്പം ഒരു അടിമുടി ഒരു അഴിച്ചുപണി ഈ പാർട്ടികളിലൊക്കെ വേണ്ടതല്ലേ? നമസ്കാരം. ഈ ജിൻസി, അതായത് അഭിഷേക് ദീപ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അന്വേഷിച്ച ഒരു കക്ഷിയെ മാത്രമാണ്. അതായത് MA ബേദിക്ക് ഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ പിന്തുണ വേണമെന്നും അതായത് ഐഷ്യ ഘോഷ് അവരുടെ കൂടെ SFIയുടെ നേതാവായ ഐഷി ഘോഷിന്റെ അതാണ്. അത് പോട്ടെ, അത് സംഭവിച്ചു. ഞാൻ അങ്ങനെ അല്ല, ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ CPM അതിനകത്ത് ഇടതുപക്ഷ പാർട്ടികളാണ് ആദ്യം പിന്തുണച്ച വിഷയം പറഞ്ഞു. എൻ്റെ ചോദ്യം അതല്ല. ഈ ഇടതു പാർട്ടികളടക്കം എല്ലാ പാർട്ടികളും ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതി അതെന്തായാലും ജൻസിക്ക് പറ്റുന്ന രീതിയോ അല്ലെങ്കിൽ ജൻസി പ്രവർത്തനത്തിന് പറ്റുന്ന രീതിയോ അല്ല. പിന്നെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സമരം നടത്തി ഈ തരത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നില്ല. അർത്ഥം എന്താണ്? അങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. അതിനനുസരിച്ച് അവർ മാറിയിട്ടില്ല. അവർ ഏതോ കാലത്ത് നിൽക്കുകയാണ്. അത് CPM മാത്രമല്ല, കോൺഗ്രസ് ആയാലും BJP ആയാലും ഒക്കെ അങ്ങനെയാണ്. ആ മാറ്റം വേണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് മനസ്സിലായി. അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ കാരണം എന്ത് മുദ്രാവാക്യം ഉയർത്തി ഇടതുപക്ഷമായാലും ഏത് രാഷ്ട്രീയ കക്ഷി ആയാലും മുന്നിട്ടിറങ്ങിയാൽ അവരൊറ്റയ്ക്കേ നിൽക്കുള്ളൂ, അവരുടെ കൂടെ ആരും കൂടില്ല. അതാണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അതേസമയത്ത് ഇവർക്ക് ജൻസിക്ക് രാഷ്ട്രീയമില്ല. അതുകൊണ്ട് അവര് മുദ്രാവാക്യം പറഞ്ഞ് മുന്നോട്ടിറങ്ങിയപ്പോ അതിനെ അനുകൂലിക്കണമെന്ന് തോന്നി എല്ലാവരും ഒന്നിച്ചുകൂടി, ഇടതുപക്ഷവും കൂടി കോൺഗ്രസും കൂടി എല്ലാരും കൂടി. അതാണ് അതിന്റെ പ്രത്യേകത. CPM ഒരു മുദ്രാവാക്യം ഇറങ്ങി കഴിഞ്ഞാൽ CPM മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് എന്റെ ചോദ്യം. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു മുദ്രാവാക്യം ഇറങ്ങിയാൽ അവരെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വിശ്വാസമില്ല. അത് തന്നെയല്ലേ വിഷയം? ചോദ്യം ചോദിക്കണ്ട. ഇനി ഞാൻ പറഞ്ഞു വരുമ്പോഴേക്ക് പിന്നെ ഇങ്ങനെ പറയണ്ട. ഞാൻ അതിലേക്കാ വരുന്നേ. അതായത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ മുന്നിട്ടിറങ്ങി വിജയിപ്പിച്ച സമരങ്ങൾ ഇന്ത്യയിൽ തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കർഷകരുടെ സമരം. കർഷകരെ കൊണ്ട് സമരം ചെയ്യിച്ച് കേന്ദ്രം മുട്ടുകുത്തിയില്ലേ? അത് ഈ പറഞ്ഞ പോലെ ഒരു മിനിയേച്ചറാണ്. ഇപ്പോഴത്തെ ജൻസി മൂവ്മെന്റിന്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ കണ്ടത്. കർഷകരെ പേടിക്കാൻ തുടങ്ങിയില്ലേ? കർഷകർ ഡൽഹിയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞില്ലേ? ഇല്ലേ? ഇന്ത്യയിൽ ആകമാനം ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് മതം പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോ നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം അത്ര മെച്യൂർ ആയിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻകുട്ടി, എപ്പോഴും താങ്കളെ നമ്മുടെ സമയം അവസാനിക്കുന്നുകൊണ്ടാണ് എപ്പോഴും താങ്കൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നിൽക്കുകയാണ്. വലിയ നെഗറ്റീവുകൾ ഏത് പാർട്ടിയായാലും ഒരു സമരം ആശയം ഉയർത്തിയാൽ ആ ആശയത്തിന് ജനങ്ങൾ പിന്തുണ കൊടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ രാഷ്ട്രീയ പാർട്ടിയോട് അത്രത്തോളം വിശ്വാസം മാത്രമേ ഇന്ത്യൻ ജനതയ്ക്കുള്ളൂ എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വിശ്വാസം അഭിജിത് ദീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനുണ്ടായി എന്നതിനർത്ഥം അവന് വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യധാര പാർട്ടികൾക്ക് അതിന് ഇന്ന പാർട്ടി എന്നല്ല പല പാർട്ടികൾക്ക് നഷ്ടമാവുന്നു എന്ന് തന്നെയാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ ജനങ്ങൾ മടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഈ ഇതിൽ അഭിപ്രായം പറഞ്ഞതിൽ ചിലരെങ്കിലും ഇതിനെ പക്ക രാഷ്ട്രീയമായ ഘട്ടത്തിലാണ് കണ്ടത്. പക്ഷേ മറ്റ് പലരും പറഞ്ഞത് അങ്ങനെയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും പുതിയ തലമുറയ്ക്കൊപ്പം മാറാൻ കഴിയണം. പുതിയ തലമുറയാണ് ഇനി രാജ്യത്തെ ഇനി നാളെ നയിക്കേണ്ടത്. അവരുടേതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യം. ആ രാജ്യം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ട തലമുറയെ തിരിച്ചറിയാൻ കഴിയാത്ത വൃദ്ധന്മാർ എന്ന് ഉദ്ദേശിച്ച പ്രായം കൊണ്ടല്ല,
ചിന്തകൾ കൊണ്ട് വൃദ്ധന്മാരായവരാണ് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും നയിക്കുന്നവരിൽ പ്രധാനികൾ ഒക്കെയും. അവർ മാറേണ്ട സമയം എന്തായാലും ആയിരിക്കുന്നു. ഇന്ന് മാറിയില്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വയം മാറിയില്ലെങ്കിൽ അതിനെയൊക്കെ കാലം മാറ്റിമറിക്കും. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ളത് എല്ലാ കാലത്തേക്കുമുള്ള വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. അത് എല്ലാ കാലത്തും പല രാജ്യത്തും പല കാലത്ത് അത് നടപ്പാകുക തന്നെ ചെയ്യും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രവും കാണുന്നത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.